നമ്മുടെ സംഭവ ബഹുലമായ ഒരു തഞ്ചാവൂർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ ഗൈസ്, ഞാൻ ഈ യാത്രയെ സംഭവബഹുലമായ ഒരു യാത്രയെന്ന് തന്നെയാണ് കേട്ടോ പറയാൻ പോണത്. അതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറയാം കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഉച്ചയ്ക്ക് 2:20 ട്രെയിനിൻ്റെ സമയം വരുന്നത് കേട്ടോ. ഏകദേശം 2:30-2:40 ആയപ്പോഴത്തേക്കും ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. മംഗലാപുരം കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ടു കോയമ്പത്തൂർ, കോയമ്പത്തൂർ ടു തഞ്ചാവൂരാണ് ട്രെയിനിൻ്റെ റൂട്ട് വരുന്നത് കേട്ടോ. അമ്മയും അനിയത്തിയും ഒക്കെ തലശ്ശേരിയിൽ നിന്ന് തന്നെ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. കുറ്റിപ്പുറമൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൊർണൂർ എത്തിയപ്പോൾ അമ്മാവനും അമ്മായിയും അപ്പവും മുത്തശ്ശിയും ഒക്കെ കയറിയിട്ടുണ്ടായി. ഇപ്പോഴാണ് നമ്മുടെ തഞ്ചാവൂർ ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ടായത്. അമ്മായി, എന്താ പറയാനുള്ള നമ്മളെ തഞ്ചാവൂർ യാത്ര ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ? എന്ത് തോന്നുന്നു? ട്രെയിൻ കയറി പിടിച്ചെത്തിയതേ മഹാ അത്ഭുതമായി തോന്നുന്നു. ഇന്ന് യാത്ര പോകേണ്ടവരെ നാളേക്ക് തയ്യാറായി ഇരിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു പ്രത്യേകമായൊരു വികാരം. അതെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവബഹുലമായ കഥ. നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് തന്നെ. അതായത് 25 രാത്രി 12:30 ട്രെയിനിനായിരുന്നു ഞങ്ങൾ കോയമ്പത്തൂർ ടു തഞ്ചാവൂരേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ഒക്കെ മനസ്സിൽ 25 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളതായിരുന്നു. വെറുതെ നമ്മൾ 24 ഫാമിലി ഗ്രൂപ്പിൽ വന്ന ആ മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്നാണ് ആ യാത്ര എന്ന്. 24 ചുമ്മാ ഒന്ന് രാവിലെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് മെസ്സേജ് കാണുന്നത്. ദേ ഞങ്ങൾ ഇറങ്ങിയിട്ടോ എന്ന് അമ്മായിയുടെ മെസ്സേജ്. അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. 24 ഞങ്ങൾ തലശ്ശേരി ടു കോയമ്പത്തൂരേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പെട്ടിയും കിടക്കയും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. പിന്നെ ഞങ്ങൾ എല്ലാവരും ട്രെയിൻ കയറിയതിന് ശേഷമാണ് ഒന്ന് സമാധാനമായത്. ആ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ട്രോളിനുള്ള വകയായി. സത്യം പറഞ്ഞ് ഞങ്ങൾ അതും പറഞ്ഞു ഒരുപാട് ചിരിച്ചു കേട്ടോ. ഒരുപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളി, കുറേ സംസാരിച്ച് അങ്ങനെ ഏകദേശം കോയമ്പത്തൂരേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 6:30-6:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് രാത്രി 12:30 എടുക്കുന്ന ചെമ്മൊഴി എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ തഞ്ചാവൂരേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 6-6.5 മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ 6.5 മണിക്കൂർ നമുക്ക് അധികം വെയിറ്റിംഗ് പീരീഡ് നമ്മൾ അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ കുറേ ഫിൽറ്റർ കോഫി കുടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങാൻ പോയി, ജ്യൂസ് കുടിച്ചു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വർത്തമാനം പറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ഈ 6.5 മണിക്കൂറൊന്നും പോയത് നമ്മൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. 11-11:30 ആയപ്പോഴത്തേക്കും നമുക്ക് പോകേണ്ട ട്രെയിന് കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പം തന്നെ ട്രെയിനിൽ കയറി കിടന്നുറങ്ങുകയാണ് ഉണ്ടായത്. കാരണം നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത്രയും നേരം നമ്മൾ ഇരുന്നതിൻ്റെ ആ ഒരു ക്ഷീണം നമുക്കുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒരു 6-6:30 ആയപ്പോഴത്തേക്കും നമ്മൾ തഞ്ചാവൂർ എത്തി. നല്ല ബ്യൂട്ടിഫുൾ സൺറൈസൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ. അത് കണ്ട് നമ്മൾ തഞ്ചാവൂർ എത്തി. നമ്മൾ നേരെ ഇപ്പോൾ പോണത് ഭക്ഷണം കഴിക്കാനാണ്, ബ്രേക്ക്ഫാസ്റ്റ്. ഗണേഷ് ഭവനിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാനൊരു ഫിൽറ്റർ കോഫി മാത്രമേ കുടിച്ചുള്ളൂ. ബാക്കിയുള്ളവർ ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ അടിപൊളി ഫിൽറ്റർ കോഫി, പൊടി ദോശ, ഇഡ്ഡലിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സെറ്റായിട്ട് ഇനി ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കറങ്ങാൻ പോകുന്നതായിരിക്കും. അതെ, നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ റൂമിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മളൊരു ടാക്സി എടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 1-1.5 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന് റൂമിലേക്ക് വരുന്നത് കേട്ടോ. നമ്മളങ്ങനെ റൂമിലെത്തി ഫ്രഷപ്പായി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി അവിടെ കാണാം. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ശ്രീ ആര്യാസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഞാനും അമ്മായും മുത്തശ്ശിയും മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി ആർക്കും വിശക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാരും വരാൻ തന്നെ. ഓല ത്രൂ ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ഇവിടെ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിലോട്ട്. അമ്മായിയും മുത്തശ്ശിയും മീൽസും ഞാൻ പനീർ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൽസിൻ്റെ കൂടെ അവർ ആദ്യം സെർവ് ചെയ്യുന്നത്
ഒരു സൂപ്പാണ്. ആ സൂപ്പ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കുടിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പനീർ ബിരിയാണി വന്നു. പനീർ ബിരിയാണി ആണെങ്കിലും അതേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഒത്തൻറ്റിക് തമിഴ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. മീൽസിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടെ ലാസ്റ്റ് ഇവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശീൻ്റെ ഐസ്ക്രീം ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റി, കാരണം മുത്തശ്ശിക്ക് തണുപ്പ് അധികം പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ പരാതിയാണ് അമ്മായി പറയണത് കേട്ടോ. മുത്തശ്ശിക്ക് തണുപ്പാണ്, കഴിക്കാൻ ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ഐസ്ക്രീം അടിച്ചു മാറ്റി. പിന്നെ മുത്തശ്ശിയോട് വേണോ ചോദിക്കുകയോ? ഏകദേശം ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റെഡ് ടാക്സി ത്രൂ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ റോഡ് സൈഡിൽ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ടെൻഡൻസി മുല്ലപ്പൂവൊക്കെ വെച്ചാൽ നന്നാവും എന്ന് തോന്നിയിട്ട് ഞങ്ങൾ നേരെ മുല്ലപ്പൂവൊക്കെ വാങ്ങി സ്റ്റൈൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് തൊഴാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നമുക്ക് നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി, നല്ല രീതിയിൽ ഭഗവാനെ കാണാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. നമുക്ക് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോട്ടോ സെക്ഷനാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇത്രയും നന്നായിട്ട് ഒരുങ്ങി വന്നതല്ലേ, പക്ഷേ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നുള്ളത് നമുക്കൊരു ടെൻഷനായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ രാത്രിയുള്ള ഈ അമ്പലം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമുക്ക് ഈ ഒരു സൂര്യനുള്ള സമയത്ത് തന്നെ നമുക്ക് നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ. പക്ഷേ ഈ രാത്രി ലൈറ്റും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്പലം ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഊത്തപ്പം, പൂരി, അതുപോലെ ദോശ, പിന്നെ സംഭാരം, ഇതൊക്കെയായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആക്ച്വലി നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിന്നിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബൈ ദ വേ, ഇതാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ വിക്ടോറിയ. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് രണ്ടാമത്തെ ദിവസം തഞ്ചാവൂരിലെ കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പോവാണ്. സോ ലെറ്റ്സ് സീ. ടാക്സി വന്നിരിക്കുകയാണ്, നമ്മൾ പോവാണ്. അതെ, കാണാം. നമ്മളിന്ന് തഞ്ചാവൂർ പാലസ്, അതുപോലെ ഇവിടെയുള്ള കുറച്ച് ആർട്ട് ഗാലറി, പിന്നെ വീണ ഉണ്ടാക്കുന്ന സ്ഥലം, ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ റെഡ് ടാക്സി ത്രൂ ടാക്സി ബുക്ക് ചെയ്തിട്ടായിരുന്നു ഇവിടെയുള്ള ലോക്കൽ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓല ത്രൂ ഓട്ടോസ് ആയിരുന്നു. പക്ഷേ നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചുകൂടെ റിലയബിളായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്ന റെഡ് ടാക്സിയാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അന്ന് തൊട്ട് തന്നെ റെഡ് ടാക്സിയാണ് നമ്മൾ പോണ വരെ കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ റെഡ് ടാക്സി ത്രൂ പെർ ടാക്സി 4 പേർക്കാണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ 7 പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 ടാക്സി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടാക്സിയിൽ പാരൻസൊക്കെ പോയിട്ടുണ്ടായി, പിന്നത്തെ ടാക്സിയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ടൗണൊക്കെ കറങ്ങി വഴിയൊക്കെ തെറ്റി എന്നിട്ടാണ് നമ്മൾ പാലസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആ വെയിറ്റിംഗ് പീരീഡ് അവർ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, മാങ്ങയും അതുപോലെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്. ഫൈനലി നമ്മൾ പാലസ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, വന്നിട്ട് ബാക്കിയുള്ള എക്സ്പീരിയൻസ് പറയാം കേട്ടോ. അമ്മായി, നമ്മൾ ഇന്നത്തെ തഞ്ചാവൂർ വ്ളോഗിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ശോകാവസ്ഥയാണ്. അതിപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്തിൻ്റെ പ്രശ്നമാണോ ശരിയാ. കാര്യമായിട്ട് നമ്മളിപ്പോൾ ബിഗ് ടെമ്പിൾ മാത്രമേ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ പാലസിൽ ഇവിടെ വന്നു, പക്ഷെ കാര്യമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് അങ്ങനെയായിട്ടൊന്നുമില്ല. കുറേ പുരാണമായിട്ടുള്ള ആധുനികം പുരാണം അങ്ങനെയല്ല, ലൈക്ക് അപ്പോഴേക്കും ടാക്സി വന്നുകൊണ്ടാണ്. ആക്ച്വലി ഇവിടെ കുറച്ച് പഴയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നും. പാലസ് എന്ന് പറയാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മേ ബി നമ്മുടെ എക്സ്പെക്റ്റേഷൻ കുറച്ചുകൂടെ
കൂടിയതുകൊണ്ടാവാം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് നമ്മൾ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാണ്. അവിടെ അടുത്തൊരു കേർഡ് റൈസ് കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോൾ നമ്മളിങ്ങനെ പാർക്കിലോട്ട് നടക്കാനിറങ്ങിയതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. വൈകുന്നേരം സൺസെറ്റ് കാണാം. അതുപോലെ നമ്മുടെ കൂട്ടത്തിലൊരു ചെറുതുണ്ടല്ലോ അപ്പു, അപ്പോൾ അവന് കളിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് തഞ്ചാവൂർ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പാർക്കും അതുപോലെ ബിഗ് ടെമ്പിളും ആയിരുന്നു. 5 രൂപയാണ് കേട്ടോ പെർ പേഴ്സണ് ഈ പാർക്കിലോട്ട് എൻട്രി ഫീ വരുന്നത്. നമ്മളെല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയും അപ്പവും അമ്മാവനും അമ്മായിയും അമ്മയും ഞാനും അനിയത്തിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തഞ്ചാവൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ നാട്ടിലോട്ട് വണ്ടി കയറാൻ നിൽക്കുവാണ്. ആക്ച്വലി നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് ബിഗ് ടെമ്പിൾ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം. അത് ആക്ച്വലി സംഭവിച്ചു. ഇനിയപ്പോൾ ഭയങ്കര ക്ഷീണത്തിലാണ്. പിന്നെ ട്രെയിനിൽ കയറുക, ഉറങ്ങുക, ഇതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ അടിപൊളിയാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു.